ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതിയെയും വിവേകിനെയും കൂട്ടി നന്ദിനിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി പത്മയുടെ വീട്ടിലേക്ക് പോലീസും ഫുഡ് ഇൻസ്പെക്ടറും ഒക്കെ ചെല്ലുകയാണ്. എന്നിട്ട് അവിടെയുള്ളവരോട് പറയുകയാണ്, ഞങ്ങൾക്ക് നന്ദിനിയെ ഒന്ന് ചോദ്യം ചെയ്യണം. നന്ദിനിയും ഈ നിൽക്കുന്ന ആരതിയും കൂടി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ഒരുപാട് പേര് ആശുപത്രിയിൽ കുറച്ച് സീരിയസ് ആയിട്ടാണ് ഉള്ളത്. ഇതിനെക്കുറിച്ച് നന്ദിനിയോട് കൂടി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയാണ്. അങ്ങനെ പത്മ അവരെയും കൂട്ടി അകത്തേക്ക് ചെല്ലുക. അപ്പോഴത്തേക്കും നന്ദിനി താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഞാനാണ് നന്ദിനി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഭക്ഷണം ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ആ ഭക്ഷണത്തിൽ ടേസ്റ്റ് കൂടാനുള്ള എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറഞ്ഞു, ഇല്ല സാർ, ഞങ്ങൾ ഒന്നും ചേർത്തിട്ടില്ല. ഞങ്ങൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ലല്ലോ, സാമ്പിൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ടേസ്റ്റ് കൂടാനുള്ള മരുന്ന് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അത് കുറച്ചാണ് ചേർക്കാൻ പാടും, പക്ഷേ നിങ്ങൾ അത് പരിധിയിൽ കൂടുതലാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് പോയിസണായി മാറിയത്. അത് കഴിച്ചിട്ടാണ് ഇപ്പോൾ 25 പേരിലധികം ആളുകൾ ഇപ്പോൾ ഹോസ്പിറ്റലാണ്, ICUവിലാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ രണ്ടുപേരെയും പിന്നെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ ലൈസൻസ് ഇല്ലാതെയാണ് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്, അതും വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ പത്മയ്ക്ക് അതുകൂടി കിട്ടിയ നന്ദിനിക്കെതിരെ അടുത്ത തീരുമാനം എടുക്കാനുള്ള ഒരു കാര്യം കൂടി കിട്ടുകയാണ്. അങ്ങനെ നന്ദിനിയെ വീണ്ടും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് സൂര്യ വരികയാണ്. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം, എന്തിനാണ് അവരിവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ആരതി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആരതി പറയണ, ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇപ്പോൾ 25 പേരോളം ഇപ്പോൾ ICUവിലാണ്, കുറച്ച് സീരിയസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളൊന്നും ചേർത്തിട്ടില്ല ഏട്ടാ, ഞങ്ങൾ ഭക്ഷണത്തിൽ ഒന്നും ചേർത്തിട്ടില്ല. എങ്ങനെയാണ് അതിലിങ്ങനെ ഒരു സംഭവം ചേർന്നത് എന്ന് പോലും ഞങ്ങൾക്കറിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനിയെയും ആരതിയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പത്മയും വേദയും ഇന്ദ്രജയും വിജയനൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ആരതി പറയണേ, ഞങ്ങളൊന്നും ചേർത്തിട്ടില്ല ഏട്ടാ, ഞങ്ങളെ ഒന്ന് വിശ്വസിക്കേ എന്ന് പറയുമ്പോൾ സൂര്യയ്ക്ക് കാര്യം മനസ്സിലാവാണ്. ഇവരെ ആരോ ചതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സൂര്യയ്ക്ക് മനസ്സിലാവാണ്. അപ്പോൾ സൂര്യ ചോദിക്കാൻ, അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടാതെ ആ വീട്ടിൽ ആ സമയത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആരതിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്, മിത്ര വന്നിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഏട്ടാ, അതെ, അവിടേക്ക് വന്നിരുന്നു, നന്ദിനിയെ വീട്ടിലാക്കാൻ വേണ്ടി മിത്ര അവിടേക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ സൂര്യയ്ക്ക് കാര്യം മനസ്സിലാവാണ്. എങ്കിൽ അവൾ തന്നെയാവും ഇതിൻ്റെ പിറകിൽ, അവളായിരിക്കും മാവിൽ നിങ്ങൾ അറിയാതെ മെഡിസിൻ കലക്കിയത് എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ, അങ്ങനെയൊന്നും ചെയ്യില്ല, മിത്ര അങ്ങനെയൊന്നും ചെയ്യില്ല, അവൾക്ക് അങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇത് തന്നെയാണ് നന്ദിനി നിന്റെ പ്രശ്നം, നീ മറ്റുള്ളവരെ കണ്ണും പൂട്ടി വിശ്വസിക്കും. സൂര്യ മിത്രയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ട ഉടനെ തന്നെ പത്മ പറയണേ, ഇല്ല, മിത്ര ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, മിത്രയ്ക്ക് അങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യമാണുള്ളത്? നിങ്ങൾ ചെയ്ത തെറ്റ് മിത്രയുടെ തലയിൽ കെട്ടിവെക്കാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് പത്മ മിത്രയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട. അപ്പോൾ നന്ദിനിയും പറയണേ, മിത്ര ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, മിത്ര എനിക്ക് വേണ്ടി അവിടേക്ക് വന്നതാണ്, ഞാൻ നിർബന്ധിച്ചിട്ടാണ് മിത്ര അകത്ത് കയറിയത് തന്നെ, എന്നെ ആരതിയുടെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് മിത്ര എന്നെ കൂട്ടി അവിടേക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോഴും സൂര്യ പറയണേ, നിനക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, നീ എല്ലാവരെയും കണ്ണും പൂട്ടി വിശ്വസിക്കും, അതല്ലേ നിന്റെ സ്വഭാവം എന്നൊക്കെ പറയട്ടെ. അപ്പോഴാണ് പത്മയുടെ ഫോണിലേക്ക് മിത്രയും ആശുപത്രിയിലാണെന്നുള്ള കാര്യം വരുന്നത്. അങ്ങനെ മിത്രയെ കാണാൻ വേണ്ടി നന്ദിനിയും സൂര്യയും കൂടി പോവാട്ടോ. അപ്പോഴത്തേക്കും വിവേകും ആരതിയൊക്കെ പോവാണ്. അപ്പോൾ വിവേകിനൊക്കെ പത്മയുടെ അടുത്ത് നിന്ന് നല്ലോണം കേൾക്കുന്നുണ്ട്. പത്മ വിവേകിനോട് പറയണേ, നീ സൂര്യയുടെ ഫ്രണ്ടാണെന്ന് കരുതിയിട്ടാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത്, നീയും ആരതിയും കൂടിയിട്ടാണ് നന്ദിനിക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നത്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്, ഇതിൻ്റെയൊക്കെ ദോഷം ഞാനല്ലേ അനുഭവിക്കേണ്ടത്, ഞങ്ങളുടെ വീടിനല്ലേ ഇതിൻ്റെ ദോഷവും ചീത്തപ്പേരുമൊക്കെ എന്നൊക്കെ പറഞ്ഞ് വിവേകിന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് പത്മ. അങ്ങനെ വിവേകും ആരതിയും പോയി കഴിഞ്ഞ ശേഷം സൂര്യ നന്ദിനിയെയും കൂട്ടി മിത്രയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആ സമയത്ത് നന്ദിനിയോട് പറയാണ്, നീ കണ്ണും പൂട്ടി വിശ്വസിക്കുകയൊന്നും വേണ്ട മിത്രയെ, മിത്രയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നന്ദിനി പറയണേ, മിത്രയ്ക്ക് അങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് സൂര്യ സാർ, എന്തിനാണ് മിത്രയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ, അവളുടെ സ്വഭാവം എനിക്ക് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, അവൾ റോഡിലൂടെ നടന്നു പോകുന്ന ആളുകളെ ഇടിച്ചിട്ട് വീഴ്ത്തി അതിൽ ആസ്വദിക്കുന്നവളാണ്, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്നെ ഇപ്പോൾ എന്തിനാണ് ആരതിയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം എന്നൊക്കെ പറഞ്ഞത്, എന്നിട്ട് അവിടേക്ക് കയറി അവിടെ നിന്നും പാർസലും വാങ്ങിയിട്ട് ഇത് കൊണ്ടുപോയി, എന്നിട്ടിപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറയും, ഇതിൻ്റെ പിറകിലൊക്കെ എന്തൊക്കെയോ കളിയുണ്ട് എന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നത്, അല്ല സൂര്യ സാർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മിത്രയല്ലേ, മിത്ര പിന്നെ എങ്ങനെയാണ് ഹോസ്പിറ്റലായത്,
അത് ഇനിയിപ്പോൾ എന്ത് നാടകമാണെന്നുള്ളത് അവിടെ ചെന്ന് കണ്ടാലാണ് മനസ്സിലാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദിനിയും സൂര്യയും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് കൗണ്ടറിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് മിത്രയെക്കുറിച്ച്. അപ്പോൾ ഇന്ന ഭാഗത്താണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മിത്രയെ കാണാൻ വേണ്ടി നന്ദിനിയും സൂര്യയും കൂടി ചെല്ലുന്ന സമയത്ത് മിത്ര ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോഴേക്ക് സൂര്യയ്ക്ക് നല്ല സംശയം വരികയാണ്. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ സൂര്യ സാറ് പറഞ്ഞതൊക്കെ തെറ്റായില്ലേ? മിത്രയാണ് ഭക്ഷണത്തിൽ വിഷം ചേർത്തതെങ്കിൽ ഇപ്പോൾ മിത്ര എങ്ങനെ ഹോസ്പിറ്റലാവണം? മിത്ര എന്തിന് ആ ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ അതും എന്തോ ഒരു നാടകമുണ്ട്. നന്ദിനി, നിന്നോട് എത്ര പറഞ്ഞാലും നീ മനസ്സിലാക്കില്ല. നിനക്കപ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് സൂര്യ നന്ദിനിയെയും കൂട്ടി അവിടെ നിന്നും പോകുന്നത്. പിന്നീട് മിത്രയ്ക്കും മിത്രയുടെ കൂട്ടുകാരിക്കും ബോധം വന്ന ശേഷം മിത്രയുടെ കൂട്ടുകാരി ചോദിക്കുകയാണ്, ഇതെല്ലാം മിത്ര നിന്റെ കളി തന്നെയായിരുന്നു അല്ലേ? നീ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ നീ എനിക്ക് ഭക്ഷണം കൊണ്ടു തന്നത് എന്ന് പറയുമ്പോൾ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിന്നെ കൊല്ലാനാണെങ്കിൽ ഇപ്പോൾ ആ ഭക്ഷണം ഞാനും കഴിക്കേണ്ടിയിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, നീ അതിന് എത്രയാ കഴിച്ചത്? ഒരു ചെറിയ പീസ് എടുത്ത് നിന്നെ ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ അത് കഴിച്ചത്? ഞാനാണെങ്കിലോ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താവും ഇപ്പോൾ അവസ്ഥ എന്ന് പറയുമ്പോൾ, നിനക്കതിനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. നിന്നെ അപ്പോഴത്തേക്കും ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കില്ലേ എന്ന് പറയുമ്പോൾ, അതൊക്കെ നീ ഇപ്പോൾ പറയുന്നതല്ലേ. നീ നിന്റെ ജയത്തിന് വേണ്ടി എന്തും ചെല്ലും, എന്നിട്ട് മറ്റുള്ളവരെ കരുവാക്കുകയും ചെയ്യും. എനിക്ക് നിന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വാസമായി. ഇനി ഞാൻ നിന്നെ എന്ത് തന്നാലും ഞാൻ അത് വിശ്വസിച്ച് കഴിക്കില്ല എന്നൊക്കെ പറയണേ. അങ്ങനെ മിത്ര പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ മിത്ര ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്ന സന്തോഷത്തിലാണ് മിത്ര. പക്ഷേ മിത്രയെ പോലീസിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാനുള്ള തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് മിത്ര തൽക്കാലം രക്ഷപ്പെടുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം യതീന്ദ്രൻ ചോദിക്കുകയാണ്, എന്തായി മിത്രയെ നിങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി പറയാണ്, ഈ സൂര്യ സാറ് പറയുന്നതൊക്കെ വെറും തെറ്റാണ്. സൂര്യ സാറിന് വെറുതെ സംശയിക്കാണ്. അങ്ങനെ മിത്ര എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിത്ര ആ ഭക്ഷണം കഴിക്കില്ല. അതുകൊണ്ടല്ലേ, ആ ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അപ്പോൾ മിത്രയെ എങ്ങനെ സംശയിക്കാൻ കഴിയും? സൂര്യ സാർ ഇതുവരെയും മിത്രയെ സംശയിച്ചുകൊണ്ടാണ് ഇപ്പോഴും എന്നോട് സംസാരിക്കുന്നത്. എനിക്കെന്തോ അത് തോന്നുന്നില്ല. ഞങ്ങൾ ചെയ്ത പാചകത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം കാരണം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് നന്ദിനി സ്വയം കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ പറയണേ, നിങ്ങളാരും എന്നെ വിശ്വസിക്കുന്നില്ല. ഞാൻ പറയുന്നതൊന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇതെല്ലാം മിത്രയുടെ കളി തന്നെയാണ്. മിത്രയെ ഞാൻ നന്നായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ നിങ്ങളാരും അത് വിശ്വസിക്കേണ്ട എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടാണ് സൂര്യ അകത്തേക്ക് പോകുന്നത്. ഈ സമയം നന്ദിനി എന്താ മിത്രയെ കാണാൻ വേണ്ടി പോയിട്ട് ഇതുവരെയും ഫോൺ വിളിക്കാത്തത് എന്ന് ആരതിയും വിവേകും സംസാരിക്കുകയാണ് കേട്ടോ. മിത്രയെ എനിക്കും നല്ല സംശയമുണ്ട് വിവേക്. മിത്രയാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചതെങ്കിൽ പിന്നെ എങ്ങനെയാണ് മിത്ര ഹോസ്പിറ്റലായത്? എനിക്കെന്തോ വല്ലാത്തൊരു സംശയം വരുന്നു എന്ന് പറയുമ്പോൾ വിവേക് പറയാണ്, മിത്രയാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചതെങ്കിൽ അവൾ ഒരിക്കലും ഹോസ്പിറ്റലാവില്ലല്ലോ. അപ്പോൾ ഇത് മറ്റെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്ന് വിവേകും പറയട്ടോ. എന്തായാലും നന്ദിനിയെ ഒന്ന് വിളിച്ചു നോക്കാം. ഇത്രയും നന്ദിനിയും സൂര്യയും പോയി കണ്ട ശേഷം എന്താണ് ഹോസ്പിറ്റലിൽ ഉണ്ടായത് എന്നുള്ളതൊക്കെ ഒന്ന് അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരതി നന്ദിനിയുടെ ഫോണിലേക്ക് വിളിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട്. അപ്പോൾ ആരതി പറയണ, ആരാവും ഇനിയിപ്പോൾ ഈ നേരത്തെ ഇവിടേക്ക് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവേക് ആ ഡോറ് തുറന്ന് നോക്കുക. അപ്പോൾ ഞങ്ങൾ ആരതിയെ കാണാനാണ് വന്നത് എന്ന് പറയുമ്പോൾ, ആരതി ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ, ഇതാ ഗുണശേഖരൻ്റെ ഗുണ്ടകളാണ്. ഞങ്ങൾ പലിശയ്ക്ക് പൈസ വാങ്ങിയില്ലേ ഞാനും നന്ദിനിയും കൂടി, അയാളുടെ ആളുകളാണെന്ന് പറയട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആരതി ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത്? ഞങ്ങളിപ്പോൾ 2 ദിവസം മുന്നേ അല്ലേ പലിശ പൈസ കൊണ്ടു തന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും അറിയില്ല. ഗുണശേഖരൻ മുതലാളി പറഞ്ഞു നിങ്ങളെ അത്യാവശ്യമായിട്ട് നിങ്ങളോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ആ ഗുണ്ടകൾ അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ വിവേക് ചോദിക്കുകയാണ്, അല്ല എന്തിനാണ് ഇപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങൾ പലിശ വാങ്ങാൻ വേണ്ടി നിന്നത്? അയാളൊരു വൃത്തികെട്ട ആളാണെന്ന് പറയുമ്പോൾ, അതിന് അന്ന് പലിശ പൈസ കിട്ടാൻ വേണ്ടി ഇയാളാണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങളൊരു ഏജൻറ്റ് വഴിയാണ് പൈസ വാങ്ങിയത്. എന്തായാലും നന്ദിനിയെ വിളിച്ചൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരതി നന്ദിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനിയോട് മിത്രയെ പോയി കണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മിത്രയ്ക്ക് ബോധം വന്നിട്ടില്ല. ഞങ്ങളവിടെ വരുന്നവരെയും മിത്രയ്ക്ക് ബോധമൊന്നും വന്നിട്ടില്ല. മിത്രയ്ക്കും കുറച്ച് സീരിയസ് ആയിരുന്നു അത്ര. അപ്പോൾ മിത്രയെ സംശയിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ നന്ദിനി ആരതിയോട് പറയണേ. അങ്ങനെ ആരതി പറയണേ, ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ് നന്ദിനി. ആ ഗുണശേഖരൻ്റെ ഗുണ്ടകൾ ഇവിടേക്ക് വന്നിരുന്നു. നമ്മളോട് 2 പേരോടും അത്യാവശ്യമായിട്ട് അയാളുടെ വീട്ടിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. എന്താണെന്നറിയില്ല. അതിന് നമ്മളല്ലേ ആരതി 2 ദിവസം മുന്നേ അയാളുടെ പലിശ പൈസ കൊണ്ടു
കൊടുത്തത്, പിന്നെ എന്തിനാ ഇപ്പം നമ്മളെ അത്യാവശ്യമായിട്ട് അയാൾ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആരതി പറയണ, ഒരു പക്ഷേ നമ്മളിപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ആ ന്യൂസ് അയാളും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണത്തിൽ വിഷം ചേർന്ന് ആളുകളൊക്കെ ആ ഭക്ഷണം കഴിച്ച് ആളുകളൊക്കെ ഹോസ്പിറ്റലായ കാര്യമൊക്കെ അയാളും അറിഞ്ഞിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കും. അതും ഇതും തമ്മിൽ അയാൾക്ക് എന്ത് ബന്ധമാണുള്ളത്? അയാൾക്ക് കൃത്യം മാസം പലിശ കിട്ടിയാൽ പോരെ, അതൊന്നും ഇയാളെന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് നന്ദിനി പറയുമ്പോൾ, എന്തായാലും നമുക്കൊന്ന് അവിടെ പോയി സംസാരിക്കാം, എന്താണാവോ അയാൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാലോ എന്ന് പറഞ്ഞ് നന്ദിനിയെയും കൂട്ടി ഇനി ആരതി ഗുണശേഖരൻ്റെ വീട്ടിലേക്ക് ചെല്ലണം. ഇനി ഗുണശേഖരൻ അവിടെ ചെന്ന ശേഷം ആരതിയോടും നന്ദിനിയോടും അയാളുടെ തനി സ്വഭാവം പുറത്തെടുക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ 2 ലക്ഷം രൂപ എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണം, ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് തിരിച്ചു കിട്ടണം. അത് കഴിഞ്ഞിട്ടാണ് ഇനി നന്ദിനിയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടൂ. ആരതി എത്രയും പെട്ടെന്ന് 2 ലക്ഷം ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നന്ദിനിയെ ഇനി അയാൾ അവിടെ പൂട്ടിയിടുകയാണ്, റൂമിലിട്ട് അടയ്ക്കുകയാണ്. എന്നിട്ട് ആരതിയെ പറഞ്ഞു വിടും. അങ്ങനെ ആരതി സൂര്യയോട് എല്ലാ കാര്യങ്ങളും പറയും. അങ്ങനെ സൂര്യ 2 ലക്ഷവുമായിട്ട് ഗുണശേഖരൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഗുണശേഖരന് കണക്കിന് കൊടുത്ത ശേഷം അയാളെ അടിച്ചു പരുവമാക്കിയ ശേഷം അയാളെയും അയാളുടെ ഗുണ്ടകളെയും അടിച്ചു നിലംപരിശമാക്കിയ ശേഷം നന്ദിനിയെയും രക്ഷിച്ചുകൊണ്ട് സൂര്യയും ആരതിയും അവിടെ നിന്നും പോകും. അങ്ങനെ സൂര്യയുടെ കയ്യിൽ നിന്നും ഗുണശേഖരനും അയാളുടെ ഗുണ്ടകൾക്കും കണക്കിന് കിട്ടുകയാണ്.